നിങ്ങൾ എത്ര വലിയ കുടുക്കിൽ പെട്ടിട്ടുണ്ടെങ്കിലും നിരാശപ്പെടണ്ട കേട്ടോ. ഒരു അത്ഭുത ദിക്ർ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. നമ്മുടെ എത്ര വലിയ ആഗ്രഹങ്ങളും അള്ളാഹു സാധിച്ചു തരാൻ, എത്ര വലിയ പ്രയാസത്തിൽ നിന്നും നമ്മളെ കൈപിടിക്കാൻ ഈ ദിക്ർ മതി. ഇത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പതിവാക്കിയിരുന്നൊരു ദിക്റാണ്. അള്ളാഹിൻ്റെ ഔലിയാക്കൾ ഒരു ദിക്ർ പതിവാക്കണമെങ്കിൽ ആ ദിക്റിൻ്റെ ബലം എത്രയാണ്, മഹത്വം എത്രയാണ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതിൻ്റെ ആദത് എത്രയാണ്, അതെങ്ങനെ ചൊല്ലണം, എപ്പോൾ ചൊല്ലണം, നമുക്കൊന്ന് പഠിക്കണ്ടേ. അന്വർത്ഥമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സങ്കടങ്ങളൊക്കെ അള്ളാഹു തീർത്ത് തരട്ടെ. അപ്പോൾ പരിശുദ്ധമായൊരു വെള്ളിയാഴ്ച രാവ് നമ്മിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് 7:30 മണിക്ക് കൃത്യം നമ്മുടെ മജ്ലിസ് ഉണ്ടാവും. എല്ലാവരും പങ്കെടുക്കണമെന്ന് ഉണർത്തുക കേട്ടോ. അപ്പോൾ ഇത്തരം രാവുകളും അതുപോലെ വെള്ളിയാഴ്ചയുടെ പകലും ഒക്കെ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. ഇതൊക്കെ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഇട്ടുതരുന്ന അവസരങ്ങളാണ്. ഇത്തരം അവസരങ്ങളെ ഉപയോഗിച്ച് നല്ലത് ചെയ്താൽ നമുക്ക് അള്ളാഹുവിങ്കിലേക്ക് എത്താം. ഇല്ലെങ്കിലോ വലിയ അദാബിൽപ്പെട്ടു. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദിവസവും നമ്മൾ ഓർക്കുന്ന ഒരു നബിയുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല, അത് നമ്മുടെ മുത്തുനബിയാണ് അല്ലേ. മുത്തുനബി ഓർക്കാതെ പിന്നെ നമ്മളില്ലല്ലോ. അവിടെ നിന്നാണ് നമ്മുടെ സർവസ്വവും. അവിടെ നിന്നില്ലായിരുന്നെങ്കിൽ പിന്നെ നമ്മളില്ലല്ലോ. മുത്തുനബിയല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി അല്ലാത്തൊരു നബി നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഓർക്കുന്നുണ്ട്. നമ്മുടെ നിസ്കാരങ്ങളിൽ പോലും ആ പ്രവാചകനെ ഓർക്കാതെ നിസ്കാരം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാറില്ല. ആരാണത്? അത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് സ്ഥാനങ്ങൾ നേടിയെടുത്ത വലിയ മഹാനാണ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മേൽ നമ്മൾ സ്വലാത്ത് ചെല്ലാറുണ്ട് അല്ലേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് അല്ലേ. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് സ്വലാത്ത് ചെയ്തതുപോലെ മുത്തുഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും നീ സ്വലാത്ത് ചെയ്യണേ എന്ന് നമ്മളെ നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. ചുരുങ്ങിയതൊരു 20 തവണയിലേറെങ്കിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നമ്മൾ ഓർക്കാറുണ്ട് നിസ്കാരത്തിലൂടെ അല്ലാതെയൊക്കെ അല്ലേ. ഇബ്രാഹിം നബിയുടെ മഹത്വം, അള്ളാഹ് ആ മഹാന് കൊടുത്ത സ്ഥാനപ്പേര് ഖലീൽ എന്നാണ്. ഖലീലുല്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാരാണ്? അത് ഹബീബുള്ളയാണ്. എന്താണ് വാട്ട്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഖലീലുല്ലാ ആൻഡ് ഹബീബുള്ള അല്ലേ. ഖലീലുള്ളയും ഹബീബുള്ളയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഖലീലുള്ള എന്ത് ചോദിച്ചാലും അള്ളാഹ് കൊടുക്കും. ഹബീബുള്ള ചോദിക്കാതെ തന്നെ അള്ളാഹ് എല്ലാം കൊടുക്കും. അതാണ് ഹബീബും ഖലീലും തമ്മിലുള്ള ഡിഫറൻസ്. ഇരിക്കട്ടെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് അൽ ഇൻസാനുൽ കാമിലാണ്. അങ്ങോട്ടൊരു മനുഷ്യനും എത്താൻ പറ്റൂല, ഒരു ജിന്നിനും എത്താൻ പറ്റൂല, ഒരു മലക്കിനും എത്താൻ പറ്റൂല. അവിടെ നിന്ന് അഷ്റഫുൽ ഖൽഖാണ്, അള്ളാഹിൻ്റെ ഹബീബാണ്. അതൊരു വല്ലാത്ത സൃഷ്ടി തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മറ്റ് ഇതര നബിമാർക്കൊന്നും ലഭിക്കാത്ത വലിയൊരു പദവിയാണ് ഖലീലുള്ള. ആ ഖലീലുള്ള എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് എത്തിയ വലിയ മഹാനാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മുടെയൊക്കെ വല്ലുപ്പയാണ് അല്ലേ. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി. ഇപ്പം നമ്മളിൽ ഒരുപാട് ആളുകൾ പല പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലേ. കടബാധ്യതകൾ, മക്കളില്ലാത്ത പ്രയാസങ്ങൾ, കുത്തുവാക്കുകൾ, കുടുംബത്തിലെ ഛിദ്രതകൾ, മക്കൾ വഴികേടിലായിപ്പോയവർ, ഭർത്താവും മക്കളും ജയിലിലായവർ, ജോലിയില്ലാതെ നട്ടം തിരിയുന്നവർ, കല്യാണം നടക്കാത്തവർ, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പ്രതിസന്ധികൾ. അതിൽപ്പെട്ട വലിയൊരു പ്രതിസന്ധി നമുക്കറിയാം. അത് അന്ന് രാജ്യം ഭരിച്ചിരുന്ന നമ്രൂദ് ലഅനത്തുല്ലാഹി അലൈഹി, അള്ളാഹിൻ്റെ ശത്രുവാണ് അവനല്ലേ. നമ്രൂദ് എന്ന രാജാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. എങ്ങനെയാണ് വധിക്കാൻ തീരുമാനിച്ചത്? നമുക്കറിയാം, തീക്കുണ്ടാരുണ്ടാക്കിയിട്ടാണ്. തീക്കുണ്ടാരം എന്ന് പറഞ്ഞാൽ ചെറിയ തീക്കുണ്ടാരൊന്നുമല്ല, വലിയൊരു മൈതാനത്ത് മുഴുവൻ ഇങ്ങനെ പടർന്ന് പന്തലിച്ച തീക്കുണ്ടാരാണ്. ആ തീ ഇങ്ങനെ ആളിപ്പടരുമ്പോൾ മുകളിൽ പറന്നു പോണ പറവകൾ പോലും മരിച്ച് താഴത്തേക്ക് വീഴും. അത്ര ചൂടായിരുന്നു. എന്തിനേറെ അവിടെ ആർക്കെങ്കിലുമൊക്കെ രോഗം വന്നു കഴിഞ്ഞാൽ ആ നാട്ടുകാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇബ്രാഹീമിനെ കൊല്ലണ തീയിലേക്ക് ഞങ്ങളിതാ ഒരു കെട്ട് വിറക് നേർച്ചയാക്കുന്നു.
ഇപ്പോൾ കുട്ടിക്ക് രോഗം വന്നാൽ എൻ്റെ പിള്ളേരുടെ രോഗം മാറാൻ ഇബ്രാഹിമിനെ കൊല്ലാൻ എന്താ ഞാൻ വിറക് നേർച്ചയാക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്രമാത്രം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അവർക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. എന്തിനാ? തൗഹീദിൻ്റെ മേൽ ഉറച്ചു നിന്നതുകൊണ്ടേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അവിടത്തേക്ക് നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഇബ്രാഹിം നബി അവർക്ക് ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയണമെങ്കിൽ അടുത്തോട്ട് ചെല്ലാൻ പറ്റുമോ? കരിഞ്ഞു പോകില്ല, അത്ര ഭയങ്കര ചൂട്. അടുത്തേക്ക് ചെന്നാൽ കരിഞ്ഞു പോകും, അത്ര ചൂടാണ്. അത്രമാത്രം സാധനങ്ങൾ കുന്നുകൂട്ടിയിട്ട് കത്തിച്ചിട്ടുള്ള തീ. അവസാനം ഒരു വില്ലുവണ്ടി പോലത്തെ ഒരു സംഗതിയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ദൂരത്തിരുത്തിയിട്ട് ആ വില്ലിങ്ങനെ തള്ളിവിടുകയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലേക്ക്. സുബ്ഹാനല്ലാഹ്, ആ തീയിൽ ചെന്ന് വീണ സമയത്ത് അല്ലാഹ് പറയുന്നുണ്ട്, ഖുൽ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഓ തീയെ, നീ ഇബ്രാഹിമിന് തണുപ്പും സുരക്ഷയും നൽകണം. ഫുള്ള് തണുപ്പായി മാറിയാലും പറ്റൂല, അത് ഇടങ്ങേറാണ് അല്ലേ. അങ്ങനെ ഒരുപാട് തണുപ്പായി പോകാനുമല്ല, തണുപ്പും സുരക്ഷയുമാകണം. ഒരു ഇടങ്ങേറുണ്ടാകുന്ന തണുപ്പാകരുത്, നല്ലൊരു സുഖവാസ കേന്ദ്രമാക്കി മാറ്റിക്കൊടുക്കണം. ഏത്? തീ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ തീയുടെ സ്വഭാവം പോലും അല്ല മാറ്റാണ്. തീയുടെ സ്വഭാവം എന്താ? കരിക്കലാണ്. അപ്പോൾ നിങ്ങൾ അടുപ്പത്ത് ജസ്റ്റ് വിരലുകൊണ്ടുപോയി വെച്ച് നോക്കിയേ, പൊള്ളും അല്ലേ. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് പൊള്ളിയില്ല. അത്രയും വലിയ തീകുണ്ടാരത്തിലേക്ക് എറിഞ്ഞിട്ട് ഇബ്രാഹിം നബിക്ക് ഒന്നും പറ്റിയില്ല. അതിൻ്റെ കാരണമായൊരു ദിക്റുണ്ട്. അതിന് കാരണമായൊരു ദിക്റുണ്ട്. ഞങ്ങൾക്കറിയാം. അങ്ങനെ പറയാൻ വരട്ടെ, ഇതിലേക്കും വരാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ആ വഴിക്ക് ഓടി വരുന്നുണ്ട് സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. എനി ഹെൽപ്പ്, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? വേണ്ട, ഇത് ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള ഒരു ഇടപാടാണ്, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. എന്നിട്ട് പറഞ്ഞൊരു ദിക്റാണ് ഈ ദിക്ർ. അതൊരു വജ്രായുധാണ്. ഇത് ഔലിയാക്കളുടെ ദിക്റാണ്. അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും എല്ലാവരും പതിവാക്കിയ ദിക്റാണ്. ഈ ദിക്ർ ചൊല്ലി അവർ അള്ളാഹുവിലേക്ക് വല്ലാതെ അടുത്തിട്ടുണ്ട്. ഈ ദിക്ർ ചൊല്ലി അവർ അടുത്തിട്ടുണ്ട് അള്ളാഹുവിലേക്ക് ഒരുപാട്. അതുകൊണ്ട് തന്നെ വലിയ ഔലിയാക്കളുടെ അടുക്കൽ പോയിട്ട് പ്രയാസങ്ങൾ പറയുമ്പോൾ ഈ ദിക്ർ പലരും പറഞ്ഞു തരാറുണ്ട്. ഇത് ചൊല്ലിക്കോ മോനെ, ഇത് ചൊല്ലിക്കോ, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറും. ഈ ദിക്ർ ചൊല്ലിയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ സ്വഭാവം നന്നാകും. സ്വഭാവം നന്നാകണില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇതൊരു ബോധ്യമായി മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തിട്ടും ചൊല്ലിയൊക്കെ സ്വഭാവം നന്നാകും. ഇഖ്ലാസ് ഉണ്ടാകും. എനിക്ക് നിസ്കരിച്ചിട്ട് ഒരു ഇത് കിട്ടണില്ല, ഫീൽ കിട്ടണില്ല. എങ്ങനെ ഫീൽ കിട്ടുക? ഇഖ്ലാസ് വേണം. എന്താണ് ഇഖ്ലാസ്? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അടിമയും ഉടമയും തമ്മിലുള്ള രഹസ്യമാണ്, സിറാണ്. ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള രഹസ്യത്തിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. നാട്ടുകാരെ കാണിക്കലല്ല. ആ രഹസ്യത്തെ തിരിച്ചറിയാതെ പോയാൽ പിന്നെ നമുക്ക് നിസ്കാരത്തിൽ എങ്ങനെയാണ് സുഖം ഉണ്ടാവുക, സന്തോഷം ഉണ്ടാവുക അല്ലേ? അപ്പോൾ ആ സന്തോഷം കിട്ടാൻ ഈ ദിക്ർ പതിവാക്കിയാൽ മതി എന്നാണ്. നന്മ ചെയ്യാൻ തോന്നുന്ന, നന്മയ്ക്ക് പ്രേരിപ്പിക്കുന്ന ദിക്റാണ്. എല്ലാ പ്രയാസത്തിൽ നിന്നും നമ്മളെ കൈപിടിക്കുന്ന ദിക്റാണ്. അതായത് ദുനിയാവിലെയും ആഖിറത്തിലെയും മുഴുവൻ പ്രയാസങ്ങളും നീക്കാൻ ഈ ദിക്ർ മതി എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഇത് വല്ലാത്തൊരു മന്ത്രമാണ്. ഇത് ബദരീങ്ങൾ ചൊല്ലിയ മന്ത്രമാണ്. ബദറിൻ്റെ രണാങ്കളത്തിൽ ബദരീങ്ങളെ വഴിതെറ്റിക്കാനായിട്ട് ഇബ്ലീസ് വേഷം മാറി വരുമ്പോൾ അവരോട് ബദരീങ്ങൾ ഈ ദിക്ർ ചൊല്ലിയിട്ട് ഓടിച്ചു വിട്ടിട്ടുണ്ട്. മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, മാലിക്കി മദ്ഹബിൻ്റെ ഉപജ്ഞാതാവാണ് അല്ലേ. ഇമാം ഷാഫിഈ റളിയല്ലാഹുവിൻ്റെയും ഉസ്താദാണ് മാലിക് റളിയല്ലാഹു അൻഹു. മാലിക്കി ഇമാം തങ്ങളുടെ കയ്യിലൊരു മോതിരം ഉണ്ടായിരുന്നു. ആ മോതിരത്തിൽ ഈ ദിക്ർ ഇങ്ങനെ എഴുതിയിരുന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചു, യാ സയ്യിദി, എന്താണ് ഈ ദിക്ർ ഇങ്ങനെ എഴുതാൻ കാരണം? മഹാനവർകൾ പറഞ്ഞു, ഈ ദിക്ർ എഴുതലും ചുമക്കലും അത് വിജയത്തിന് കാരണമാണ്. ഇത് പറയലും എഴുതി ചുമക്കലും ഒക്കെ വിജയത്തിന് കാരണം. അപ്പോൾ നമ്മളൊരു പേപ്പറിൽ, ഇപ്പോൾ മോതിരത്തിലൊന്നും എഴുതിയില്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് നമ്മുടെ പേഴ്സിലോ അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിലോ എവിടെയെങ്കിലേക്ക് ഈ ദിക്ർ എഴുതി വെക്കൽ പോലും കാവലാണ്. ചൊല്ലലും എഴുതലും ഒക്കെ കാവലാണെന്നാണ്. സുബ്ഹാനക യാ റബ്ബ്. ഏതാണ് ദിക്ർ? ആ ദിക്റിന് പറയുന്ന പേര് ഹസ്ബുനത്ത് എന്നാണ്. ഹസ്ബുനത്ത്. സംഗതി നിങ്ങൾക്ക് ഏതായാലും മനസ്സിലായിട്ടുണ്ടല്ലേ? ഏതാണത്? ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹ് 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 അല്ലേ? ഹസ്ബിയല്ലാഹ് ഹസ്ബുനല്ലാഹ് എങ്ങനെയെങ്കിലും പറയാം. ഹസ്ബിയല്ലാഹ് എന്ന് പറഞ്ഞാൽ എനിക്ക് അല്ലാഹ് മതി, ഹസ്ബുനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അല്ലാഹ് മതി. അത്രയേ ഉള്ളൂ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്, എനിക്ക് ആര് മതി? എനിക്ക് അല്ലാഹ് മതി. മാഫി ഖൽബി ഗൈറുല്ലാഹ്, എൻ്റെ കൽബിൽ ആരേ ഉള്ളൂ? അല്ലേ ഉള്ളൂ. നല്ല പ്രണയം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ സഹോദരിമാർ ഒരുപാട് പേരില്ലേ, നിങ്ങളെ കെട്ടിയോനെ നോക്കിയിട്ട് എനിക്കെൻ്റെ ഇക്കാക്ക മതി എന്ന് പറയുമ്പോൾ ഒരു വൈകാരികത നിങ്ങളുടെ മനസ്സിലുണ്ടാവാറുണ്ടോ?
അത്ര പോലും എനിക്ക് അള്ളാഹ് മതി എന്ന് നമ്മൾ പാട്ട് പാടുമ്പോൾ ഈ സംഗതി ഉണ്ടാവാറില്ല. പിന്നെ എങ്ങനെ നമുക്ക് അള്ളാഹുമായിട്ട് കണക്ഷൻ കിട്ടണേ? അപ്പം അള്ളാഹിനെ പ്രണയിച്ച് ഖൽബിൽ അള്ളാഹ് മാത്രം നിറഞ്ഞു നിൽക്കുമ്പോൾ മനസ്സറിഞ്ഞ് പാടിയൊക്കെ ഹസ്ബി റബ്ബി ജല്ലല്ലാ മാ ഫീ ഖൽബി ഗൈറുല്ലാ നൂറ് മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനക യാ റബ്ബ്. അപ്പോൾ ദിക്റെന്നാണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. ഇത് ഞങ്ങൾക്കറിയാം. അവിടെ നിൽക്കുക. എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ചൊല്ലാറുണ്ട്. അവിടെ നിൽക്കടോ, ചാടി പോകല്ലേ. ഇതിൻ്റെ അതത് എത്രയാണ്? ഇതിൻ്റെ അതത് 450. ആരാ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞിട്ട് ഇത് ഡെയിലി ചൊല്ലണം. 450 വെച്ച് ചൊല്ലുന്ന എത്ര ആൾക്കാരുണ്ട്? 450. ദാറ്റ്സ് ഇമ്പോസിബിളാണോ? ആ അതത് കൊണ്ട് നടക്കുന്നവരൊക്കെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണുന്നതാണ്. ഇനി അത്രയൊന്നും പറ്റുന്നില്ലെങ്കിലും ഒരെണ്ണം നമ്മൾ നിർണ്ണയിക്കുക. ഒരു 11 പ്രാവശ്യമെങ്കിലും ഡെയിലി ഈ ദിക്ർ ഡെയിലി. ഞാൻ തെറ്റിക്കൂല. ഇന്നിപ്പോൾ ഈ സ്വഭാവലേറെ കഴിയുമ്പോൾ പ്രതിജ്ഞ എടുക്കുക, ഇനി 11 വേണ്ടെന്നേ. മനസ്സറിഞ്ഞൊരു 3 തവണ എല്ലാം പറ്റും. 3 തവണയെങ്കിലും ഞാൻ ഈ ദിക്ർ ചൊല്ലാതെ എൻ്റെ ജീവിതം ഇനി മുമ്പോട്ട് പോകില്ല. എല്ലാ ദിവസവും ഞാനിത് ചൊല്ലും. സുബ്ഹാനക യാ റബ്ബ്. ചൊല്ലൂലേ? ഒരു 11 തവണ നമുക്ക് ഒരുമിച്ചൊന്നും ചൊല്ലാമല്ലോ. മനസ്സറിഞ്ഞ് എനിക്ക് ആര് മതി? അല്ലാഹ് മതി അല്ലേ? ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, 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 ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റിത്തരണേ അല്ലാ. നിന്നെ പ്രണയിക്കാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അപ്പോൾ ബദരീങ്ങളും അള്ളാൻ്റെ ഔലിയാക്കളും ഒക്കെ പതിവാക്കിയ ദിക്റാണ്. നമുക്ക് പതിവാക്കുന്നതിന് എന്താ തടസ്സം? അള്ളാഹു പതിവാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഇപ്പോൾ ഡെയിലി 3 എണ്ണമെങ്കിലും ഞാൻ മരിക്കണ വരെ പതിവാക്കുമെന്ന് ഒരു നെയ്യത്തങ്ങ് ചെയ്യൂലല്ലോ എല്ലാവരും. 11 എണ്ണം പറ്റുന്നവരങ്ങനെ കേട്ടോ. നമുക്ക് പറ്റുന്നൊരെണ്ണം അതങ്ങനെ അങ്ങോട്ട് മനസ്സറിഞ്ഞ ബോധ്യത്തിൽ എനിക്ക് അല്ലേ ഉള്ളൂ. അത് ഖൽബിൽ അള്ളാഹ് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ബോധ്യത്തിൽ തന്നെ അത് ചൊല്ലുകയാണെങ്കിൽ എന്ത് രസമായിരിക്കൂലേ? അള്ളാഹുവിനെ പ്രണയിച്ചുകൊണ്ട് എന്ത് രസമായിരിക്കും ആ ലൈഫ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അത് ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം, ലോകത്ത് ആദ്യത്തെ പുത്തൻവാദികളെന്നറിയപ്പെട്ട വിഭാഗം ഏതാണ്? വഹാബികളെന്ന് കുറേ പേര് കമൻറ്റ് ചെയ്തു, ജമാഅത്തുകാരെന്ന് കമൻറ്റ് ചെയ്തു. അതല്ല, അവരൊക്കെ ഹിജറ 700-ന് ശേഷം വന്നവരാണ്. ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ ആളുകളായതുകൊണ്ടാണ് വഹാബികളെന്ന് പറയുന്നത്. അവരൊക്കെ ഹിജറ 700-ന് ശേഷം വന്ന ഇസ്ലാമിൻ്റെ ഇടയിൽ ഛിദ്രത ഉണ്ടാക്കാൻ വേണ്ടി ജൂതന്മാരുടെ ചില ഒത്താശയോട് വന്ന ചില വിഭാഗങ്ങളാണതൊക്കെ. പക്ഷേ ആദ്യത്തെ പുത്തൻവാദികൾ അതല്ല, അത് ഖവാരിജികളാണ്. അവരാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്തത്. മനസ്സിലാവുന്നുണ്ട്? അങ്ങനെ ഒരുപാട് സ്വഹാബത്തിനെ അവർ വധിച്ചിട്ടുണ്ട്. മനസ്സിലായി? അവരാണ് ആദ്യത്തെ പുത്തൻവാദികൾ. അതായത് മക്ക മുശ്രിക്കീങ്ങൾക്കെതിരെ ഇറങ്ങിയ ആയത്തുകളൊക്കെ മുസ്ലിംകൾക്കെതിരെ അവർ ഓതി തുടങ്ങി. അങ്ങനെ ഇപ്പോൾ പുത്തൻവാദികൾ ചെയ്യുന്ന പല പരിപാടികളും അന്ന് അവർ ചെയ്തിരുന്നു എന്ന് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആദ്യത്തെ പുത്തൻവാദികൾ അവരാണ്. ഇനി സിമ്പിളായിട്ടൊരു ചോദ്യം, ഇന്നത്തെ ചോദ്യം, ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് വാദിച്ച പുത്തൻവാദി വിഭാഗം ഏതാണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകട്ടെ. അപ്പോൾ നമ്മുടെ സ്വലാത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഇന്നലെ നമ്മൾ ഉണർത്തിയില്ലേ, 1 കോടി സ്വലാത്ത് നമുക്ക് റബീഉൽ അവ്വൽ 12-ൻ്റെ അന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനമായിട്ട് കൊടുക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങളൊക്കെ ചൊല്ലുന്നുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. കഴിയുന്നവരൊക്കെ ഏറ്റെടുക്കുക. 1 ലക്ഷമൊക്കെ ഏറ്റെടുത്തങ്ങ് ചൊല്ലിക്കോന്നേ. അൽഹംദുലില്ലാ, ഉഷാറാവട്ടെ. അപ്പോൾ ചിലർ പറഞ്ഞു, ഉസ്താദേ ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ സമ്മാനം ഇപ്പോൾ പറയണ്ട, പിന്നെ സമ്മാനത്തിന് വേണ്ടി നമ്മൾ ചൊല്ലിപ്പോകുന്നതാണ്. ശരി, നിങ്ങൾക്കൊരു സമ്മാനം എന്തായാലും ഏറ്റവും കൂടുതൽ ചൊല്ലുന്ന ആൾക്കുണ്ട്. അതെന്താണെന്ന് ഇപ്പോൾ രഹസ്യമാക്കുന്നില്ല. അത് നമുക്ക് 12-ൻ്റെ അന്ന് പറയാം. പോരെ? അപ്പോൾ ഏതായാലും അപ്പോൾ നിങ്ങൾ സമ്മാനത്തിലേക്ക് ഫോക്കസ് ആവില്ലല്ലോ. അള്ളാഹിൻ്റെ ഹബീബിനെ മഹബത്ത് വെച്ച് ധാരാളം ചൊല്ലിക്കോ. കേവലം കൂലി കിട്ടാനല്ല. സ്വലാത്തില്ലയോ കൂലി കിട്ടൂലേ എന്ന്. കൂലി മാത്രം പോരാ, നമുക്ക് മുത്തുനബിയെ കിട്ടണം, മുത്തുനബിയോടുള്ള മഹബത്ത് കിട്ടണം, ഹബീബായ തങ്ങൾ നമ്മളെ തിരിച്ചറിയണം, വേണ്ടേ? അപ്പോൾ പ്രണയിച്ചുകൊണ്ട് സ്വലാത്തിലേക്ക് 1 കോടി സ്വലാത്ത് അതിൻ്റെ ഭാഗവാക്കാകാൻ ഒരു 33 സ്വലാത്തും ഉണ്ടെങ്കിലും ഭാഗവാക്കാകാൻ എനിക്ക് പറ്റിയാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടം ആ റബീഉൽ അവ്വൽ 12-ന് എനിക്കും കിട്ടൂലേ എന്നുള്ള നല്ല തിരിച്ചറിവുണ്ടല്ലോ. അൽഹംദുലില്ലാ, ആ ബോധ്യത്തിൽ എല്ലാവരും ഏറ്റെടുക്കാം.
അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നീ ദൂരീകരിക്കണേ അല്ലാ. ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് സങ്കടങ്ങളെല്ലാം നീ അകറ്റണേ അല്ലാ. മനസ്സമാധാനം നൽകണേ അല്ലാ. നിന്നെ തിരിച്ചറിയാൻ, നിന്നെ ആസ്വദിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. യാ റബ്ബേ, ഞങ്ങളുടെ മുറാദുകൾ ഹാസുലാക്കണേ അല്ലാ. സന്താനങ്ങളെ നന്നാക്കണേ അല്ലാ. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, കല്യാണം കഴിഞ്ഞ് ഒരുപാട് വർഷമായെന്ന് പറഞ്ഞവർ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ പ്രദാനം ചെയ്യണേ അല്ലാ. യാ റബ്ബനാ, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കച്ചവടങ്ങളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. സിസേറിയൻ പറഞ്ഞവർക്ക് ഹൈറായ നിലക്ക് പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാ. എത്രയെത്ര അസുഖബാധിതരുണ്ട്, പരിപൂർണ ശിഫാ നീ നൽകണേ അല്ലാ. യാ റബ്ബന, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബറിടം വെളിച്ചമാക്കണേ അല്ലാ. ഞങ്ങളാരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് നിൻ്റെ ലിഖായിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. والسلام عليكم ورحمة الله وبركاته.